ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 32 അതിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഗോഡ്സില്ല ഇൻറ്റു കോങ് എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന പടം. അപ്പോൾ ഗോഡ്സില്ല ഇൻറ്റു കോങ് സൂപ്പർനോവ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും 2027 പടം റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രജപുത്തിരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി എന്നുള്ള അറിയിച്ചു. പിന്നെ 11 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്ക് മൈ ഷോലത്തെ ഇൻട്രസ്റ്റ് 40K കൂടുതലായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ 23 ദ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് യുവർ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയതെന്ന് അറിയിച്ചു. പിന്നെ രാംപത്തിൻ്റെ 22ാമത്തെ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിടുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്ധ്ര കിങ് തലൂക്ക എന്നുള്ളതാണ് പടത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ടൈറ്റിൽ ഗ്ലിംസ് ആണ് പുറത്തരും എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട്. പിന്നെ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് GVMന്റെ പേര് രാഘവൻ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. അതേമാതിരി സെൽവരാഘവന്റെ പേര് ഹിച്ച്കോക്ക് ഇരുദ്യരാജ് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ വച്ചിന്റെ വാർഡ് ഗൗതം എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ കാണേണ്ടവർ കണ്ടുനോക്കാം. പിന്നെ തുടരും എന്ന് പറഞ്ഞ പടത്തിന്റെ കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങാട്ടി മുന്നേ ആയിരിക്കും പാട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. പിന്നെ ജയിലർ 2ന്റെ ലൊക്കേഷനിൽ പടക്കളും ടീം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ട് ഇന്ത്യൻ സ്ക്രീനിൽ എടുക്കാം. ജയിലർ 2 ഓൾറെഡി സുരാജ് ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. ഇപ്പോൾ ആളെ അതിലുള്ള സമയത്താണ് പോയി കണ്ടത് എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡേറ്റ് ജൂലൈ 18 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 6 റിലീസ് ആകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ദിൽ എ നിദാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗനാഥ് അഭിനയിക്കുന്ന പടത്തിന്റെ തമിഴ്നാട്ടിലത്തും കർണാടകത്തിലും തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് റോമിയോ പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചു. പിന്നെ തട്ടുവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഇളയരാജാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആളെ തന്നെയാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുമാരസംഭവം എന്ന് പറഞ്ഞതിന് ഫസ്റ്റ് ലുക്ക് ഇമോഷൻ പോസ്റ്റർ എന്നുള്ള രീതിയിൽ പുറത്തിറക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു പുതിയ സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. 50 days to go എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററാണ്. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകാൻ വടിവേലാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നട പൊളപ്പ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. പാട്ട് എന്തായാലും 19 അറിയിച്ചിട്ടുണ്ട്, ഈ മെയ് 19. പിന്നെ ബാത്തിയാർ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് സന്തോഷ് നാരായണന്റെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ സൂപ്പർമാൻ പടം ജൂലൈ 11 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ട്രെയിലർ വരെന്ന് വന്നിരുന്നു, വന്നിട്ടുണ്ട്. പിന്നെ സംശയം എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 16 റിലീസാകുമെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. മെയ് 16 എന്ന് പറയുമ്പോൾ എന്നാണ്. പിന്നെ ഡിറ്റക്റ്റീവ് ജലം എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 23 റിലീസാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യുബാർ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു നിൽക്കുന്നത് 2 മണിക്കൂറും 4 മിനിറ്റ് 52 സെക്കൻഡാണ്. പിന്നെ അമീർ ഖാനും രാജ്കുമാർ ഹിരാനും വീണ്ടും ഒന്നിക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ഫാദർ ആയിട്ടുള്ള ദാദാസാഹിബ് ഫൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒക്ടോബറിൽ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതേ ആളെ കേന്ദ്രീകരിച്ചിട്ട് SS രാജമൗലി NTR വെച്ചിട്ട് ഒരു പടം എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് അമീർ ഖാൻ രാജ്കുമാർ ഹിരാനി പടമായിരിക്കും വരിക. അതിനുശേഷം SS രാജമൗലി NTR പടമായിരിക്കും. SS രാജമൗലി ഇപ്പോൾ നിലവിൽ SSMP 29 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്തായാലും. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള OTT റിലീസായിട്ട് ജൂൺ 5 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും വരിക. പിന്നെ ആകാശമില്ല ഒക്കട്ടാര എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പടത്തിന്റെ ഷൂട്ടിങ് വീണ്ടും തുടങ്ങാൻ പോവുകയാണ് മെയ് 19. അങ്ങനെയാണ് കേൾക്കുന്നത്, തുടങ്ങുമെന്ന് വിചാരിക്കാം. പിന്നെ ടിക്കറ്റ് ആക്കാൻ പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ ഒരു പടം വരാണ്ട്. എന്തായാലും ഈ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് മെയ് 17 6 മണിക്ക് വരുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി എന്താ വരാൻ പോകുന്നുള്ളത്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ മെയ് 17 വരുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ മാസം 17 എന്ന് പറയുമ്പോൾ നാളെയാണ്. എന്തായാലും ആ ട്രെയിലറിന്റെ ഡ്യൂറേഷനായി പറഞ്ഞു കേൾക്കുന്നത് 2 മിനിറ്റ് 3 സെക്കൻഡാണ്. പിന്നെ പടത്തിന്റെ ഒരു സിനോപ്സിസ് വന്നിട്ടുണ്ട്. ഈ കമൽഹാസന്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ഗാങ്സ്റ്റർ രീതിയിലുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ ഈ വയലൻസ് ഒക്കെ നടക്കുന്ന അണ്ടർവേൾഡ് സിൻഡിക്കേറ്റ്സ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ ആളുടെ മകനായിട്ടുള്ളത് STR ആയിരിക്കും മിക്കവാറും. ആളൊരു സമയത്ത് മരിച്ച രീതിയിൽ വരുന്നതും പിന്നെ ആള് റിട്ടേൺ ആവുന്നത്, അതിനുശേഷം ഇവർ രണ്ടാൾക്കാർ എനിമീസ് ആവുന്നു, ഇവർ രണ്ടാൾക്കാർ തമ്മിൽ തല്ലുടുന്ന രീതിയിലൊക്കെയാണ് ഇതിന്റെ സിനോപ്സിസ് വന്നിട്ടുള്ളത്. എന്താവുന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ ഇത് പാരഡൈസ് പറഞ്ഞിട്ടുള്ള നാൻഡിയുടെ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്ന സരിഗമ എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് 18 കോടിക്ക് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ ഗ്ലിംസിന്റെ വോയിസ്റ്റ് പുറത്തിറക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പാരഡൈസ് ടീം അത് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫിന്റെ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു, മരണമാസം പറഞ്ഞിട്ടുള്ള സോണി റിവ്യൂടെ. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത പടമായിട്ടാണ് തോന്നിയത്. എന്റെ റേറ്റിംഗ് പറയുകയാണ് 10 7 ആയിട്ട് കൊടുക്കും. അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ചിരിക്കാണ്ട്, എന്നാൽ ഫുള്ളായിട്ട് വർക്ക് ആവണം എന്നുള്ള രീതിയിൽ പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് തോന്നിയത്. പിന്നെ ഷാജി പാപ്പ വീണ്ടും തിരിച്ചെത്തുകയാണ് ആട് 3 എന്തായാലും ഇതിന്റെ ഷൂട്ടിംഗ് മെയ് 15 ചെന്നാലും തുടങ്ങും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പടത്തിന്റെ ബഡ്ജറ്റായി പറഞ്ഞു കേൾക്കുന്നത് 40 to 45 കോടിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ്. അതിന് കൂടുതൽ എന്നുള്ള അറിയില്ല. എന്തായാലും ഇപ്പം അങ്ങനെയാണ് കേൾക്കുന്നത്. പിന്നെ പടം ഒരു ടൈം ട്രാവൽ സ്റ്റോറിയിലേക്കാണ് പോകുന്നത് നല്ല രീതിയിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ജനറൽ ഷിഫ്റ്റാണ് നടക്കാൻ പോകുന്നത് അറിയില്ല. എന്തായാലും പാലക്കാട് വെച്ചിട്ടാണ് ഷൂട്ട് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 100 ദിവസത്തെ ഷൂട്ടാണ് പടത്തിനുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ പടം ഒരു സോംബി പടം എന്നുള്ള രീതിയിൽ മുന്നേ കേട്ടിരുന്നു. അതും ആവാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ ഫ്രീ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.